കുറേ ആ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലാണെങ്കിൽ തന്നെയും കുറേയേറെ മുന്നോട്ട് പോകുന്നതിനും ബോൾഡായിട്ടുള്ള തീരുമാനമെടുക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു എന്ന് തോന്നുന്നു. അത് കുറെ കൂടി അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് കരുത്തായി അല്ലേ? അല്ല, അത് ശരിയാണ്. അതിൻ്റെ കാരണം ഒന്നാമത് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത നേതാവ് എന്ന ഒരു അവസ്ഥ കൈവന്നു. ഒന്നാം മോഡി സർക്കാർ എന്ന് പറഞ്ഞൊരു BJP മന്ത്രിസഭയായിരുന്നു. BJP നേതാക്കന്മാർക്കായിരുന്നു പ്രാധാന്യം. സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി, അല്ലെങ്കിൽ തുടക്കത്തിൽ ഗോപിനാഥ് മുണ്ട, രാജ്നാഥ് സിംഗ്, ഇങ്ങനെയുള്ള ആളുകളുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളും കൈയാളിയിരുന്നു. പക്ഷെ രണ്ടാം മോഡി സർക്കാർ വന്നപ്പോൾ അത് മോഡി സർക്കാരായിട്ട് മാറി. മോഡി എന്ന ഒരു ഒറ്റ ഫിഗറായിട്ടുള്ളൂ, മോഡി, അമിത്ഷാ. ബാക്കി ആളുകൾക്കൊന്നും അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒരു വകുപ്പോ കാര്യങ്ങളൊന്നും കൊടുത്തില്ല. രാജ്നാഥ് സിംഗിനെ പ്രതിരോധ വകുപ്പിലേക്ക് മാറ്റി ആഭ്യന്തരത്തിൽ നിന്ന്. പിന്നെ പ്രൊഫഷണൽസാണല്ലോ വന്നത്. നമ്മുടെ ജയശങ്കറിനെ പോലെയുള്ള ആളുകൾ വിദേശകാര്യ വകുപ്പിൽ വന്നു. ധനകാര്യ വകുപ്പിലേക്ക് നിർമ്മല സീതാരാമനെ കൊടുത്തു. നിർമ്മല സീതാരാമൻ BJPയുടെ ഒരു നേതാവല്ലല്ലോ, BJPയിൽ ചേർന്ന ഒരു പുതുമുഖമാണ്. BJPയിൽ വന്നപ്പോൾ അവർ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ള വേറെ ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയ്ക്ക്. അല്ലാതെ ഈ കാവിക്കൊടി പിടിച്ച് ജാഥയ്ക്ക് പോയ ആളല്ല നിർമ്മല സീതാരാമൻ, ജയശങ്കർ ഒട്ടുമല്ല. അപ്പോൾ പ്രൊഫഷണൽസിനെ കൊടുത്തു. പിന്നെ ഈ മന്ത്രിമാരെ മുൻനിർത്തിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IAS-കാരുടെയും IPS-കാരുടെയും മറ്റ് സാങ്കേതിക വിദഗ്ധന്മാരുടെയും വലിയൊരു വ്യൂഹം തന്നെയുണ്ട്. അവരെ നമ്മൾ കാണുന്നില്ല. അവരുടെ ബുദ്ധിശാലയിലാണ് ഈ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. അത് മന്ത്രിമാരെ കൊണ്ട് നടപ്പായിക്കുന്നത് മാത്രമേ. ശരിയാണ്.